സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ LGSന്റെ രണ്ടാം ഘട്ടം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് എഴുതിയ ഉദ്യോഗാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരറിവും അതുപോലെ തന്നെ നമ്മൾ എഴുതി നോക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏവറേജ് ഉദ്യോഗാർത്ഥികളെ കണക്കിലെടുത്താണ് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞാൽ അധികം എളുപ്പമെന്നോ അതല്ലെങ്കിൽ അധികം കടുപ്പമെന്നോ പറയാൻ പറ്റാത്തൊരു എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ആകെ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ച ആളുകൾക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചെയ്യാനുള്ളൊരു അതേ ചോദ്യം ആവർത്തിച്ച് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. അപ്പോൾ ഐര് ധാതു എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പഠിച്ച ഒരാൾക്ക് ഏകദേശം ഈ ക്വസ്റ്റ്യനിലായ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാവുന്നതായിരുന്നു. ഒരു മാർക്ക് അവിടുന്ന് പിടിക്കാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പഠിച്ച എല്ലാവരും തന്നെ ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാത്സിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 14നും ഒരു 16 മാർക്ക് വരെയും കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ തന്നെ പെരിയാറിൻ്റെ ചോദ്യത്തിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല, അപ്പോൾ അത് ക്യാൻസൽ ആവും. അതുപോലെ തന്നെ കണക്കിൽ ഒരു ചോദ്യത്തിനും ആൻസർ ഇല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാമിന് ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ ക്ലാസ്സിലെ ഒരു മാനസികാവസ്ഥയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 68നും 74നും ഇടയിലുള്ളൊരു കട്ട് ഓഫ് വരാനാണ് സാധ്യതയുള്ളത്. 68നും 74നും ഇടയിലുള്ളൊരു കട്ട് ഓഫ് മാർക്കാണ് ഈ ഒരു എക്സാമിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഘട്ടക്കാർ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് ചെയ്തു നോക്കി ഉത്തരങ്ങൾ എവിടെ നിന്നൊക്കെയാണ് PSC ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ ആവർത്തിച്ച് വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റേജിൽ അതേപോലെ തന്നെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രിലിംസ് എക്സാമിനൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇന്ന് PSC ചോദിച്ചിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫെയർ മേഖലയിൽ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർ അധികം പേരും പറഞ്ഞത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പം നല്ല ഡീപ്പായിട്ട് വൃത്തിയിൽ കറണ്ട് അഫെയർ പഠിക്കുക. 2023 24 കറണ്ട് അഫെയർ നല്ല വൃത്തിയിൽ പഠിക്കുക. പ്രധാനമായിട്ടും 2024 പ്രധാനപ്പെട്ട ദിനങ്ങൾ, അതുപോലെ തന്നെ എവിടെയാണ് ഉച്ചകോടി നടന്നത്, അതുപോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ വേദികൾ, ആ വേദികളും ഒക്കെ പ്രധാനമായിട്ടും നല്ല രീതിക്ക് നോക്കേണ്ടതാണ്. പിന്നെ സന്ദേശങ്ങൾ, അതുപോലെ തന്നെ സൈനിക അഭ്യാസങ്ങളും ഒക്കെ നല്ല രീതിക്ക് നോക്കുക. ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ പെട്ടെന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ള ഓപ്ഷനുകൾ, ഏകദേശം സാമ്യമുള്ള ഓപ്ഷനുകളാണ് PSC ഇപ്പോൾ പരീക്ഷയിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു വായന വായിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷൻ ആണെന്ന് മനസ്സിലാവുന്നതല്ല. കാരണം എല്ലാ ഓപ്ഷനും ഒരുപോലെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 68നും 74നും ഇടയിലുള്ളതാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്.